പുരാണ പാരായണ കലാകാരന്മാർക്ക് ശബരിമലയിൽ നൽകി വരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ധർണ നടത്തി. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എസ്. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വാക്കനാട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വാസു മുഖത്തല, കെ.പി. സജിനാഥ്, കാക്കക്കോട്ടൂർ മുരളി, സഹദേവൻ ചൊന്നാപ്പാറ, അശോക് വിട്ടിയത്ത്, തഴവ സദാനന്ദൻ, രാധമ്മ വള്ളിക്കാവ്, കരിക്കയം ശ്രീകുമാർ, സുധാകരൻ നായർ, ശ്രീധരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ശ്രീ ശിവകുമാർ സാറാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന. ആ നല്ല മനസ്സിനും അദ്ദേഹത്തിനും ഈ അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയായ ശ്രീ അശോകൻ വിട്ടിയം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ, അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെ പ്രസിഡന്റ്, ബഹുമാനായ ശ്രീ വാസു മുഖത്തല, ശ്രീ സഹദേവൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഭക്തജനങ്ങളായ അമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നിങ്ങൾ നടത്തുന്ന ഈ സമര പരിപാടി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദീർഘകാലമായി, കഴിഞ്ഞ 20 വർഷമായി 2004 മുതൽ ശബരിമലയിൽ പുരാണ പാരായണം നടത്തി വരുന്ന സംഘടനയാണ് ഈ പുരാണ പാരായണ സംഘടന. അത് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ വർഷം അതിനുള്ള അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടെയൊക്കെ ആണ് ഇനിയുള്ള കാലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ദേവസ്വം ബോർഡിൽ നിന്നും ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമര പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടന്നു പോകുന്നത് തന്നെ ശബരിമല ക്ഷേത്രമുള്ളത് കൊണ്ടാണ്. ഇവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, മറ്റ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, ശബരിമലയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ടൈം ടേബിൾ പോലെ ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകും. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അത് വേണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ 5 നേരം നിസ്കരിക്കുന്നു, മുസ്ലിം പള്ളികളിൽ പോകുന്നു, അവരുടേതായ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നു. ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ആളുകൾക്ക് ഹിന്ദു മതത്തിന്റെ ധർമ്മം എന്താണ്, ഹിന്ദു മതം എന്താണ്, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള നന്മയുടെ സന്ദേശം. അപ്പോൾ ഈ മഹത്തായ ശബരിമല ദർശനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള സന്ദേശം എന്താണ് എടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, ശബരിമലയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. എത്ര കിട്ടിയാലും ഒഴുക്കാത്ത ദേവസ്വം ബോർഡ്. ശബരിമല അയ്യപ്പൻ ഇല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്നേ പൊളിച്ചു കെട്ടിപ്പോയേനെ. ഇത് എന്തിനു വേണ്ടിയാ ഇവര് ഈ ഇത്രയും കാശ് കണക്ക് കൂട്ടി ഇവര് വാങ്ങുന്നത്? ഇപ്പോ അപ്പമില്ല, അരവണയില്ല, ഒന്നുമില്ല. അരവണയ്ക്ക് വില കൂടുതല. എന്താണ് ഭാഗവതമെന്നറിയില്ല, എന്താണ് രാമായണമെന്നറിയില്ല, എന്താണ് ക്ഷേത്രമെന്നറിയില്ല, എന്താണ് വിഗ്രഹമെന്നറിയില്ല, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. പിന്നെ ഇവർക്ക് ഇന്നാൽ എന്താ പ്രയോജനം? അതുകൊണ്ട് ഇതെല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കി, ഈ സംസ്കാരത്തെ ഇല്ലാതാക്കി, ഈ സനാതനമായ ധർമ്മത്തെ ഇല്ലാതാക്കി എങ്ങനെ നമുക്ക് ഈ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാമെന്ന് നോക്കുന്നതായ ദേവസ്വം ബോർഡുകൾ